ഹായ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. എല്ലാ പ്രിയ ദൈവമക്കൾക്കും ക്രിസ്തേശുവിന്റെ വിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ വിഷയം ദൈവിക സ്തുതി സ്തോത്രങ്ങളിലൂടെ മുഴു ലോകത്തെയും സ്വാധീനിച്ചവൾ എന്നതാണ്. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ തന്നെ ജീവിതങ്ങളിലും അല്ലെങ്കിൽ എല്ലാ കാലഘട്ടങ്ങളിലുമായി നിരവധി പേർ അഭിമുഖീകരിക്കുന്നതുമായ ഒരു വലിയ ജീവിത പ്രതിസന്ധിയാണ് ഇഷ്ടമല്ലാത്ത ജീവിത പങ്കാളിയോടൊപ്പം ജീവിക്കുക എന്നത്. സ്നേഹത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഈ ബന്ധങ്ങൾ കാരണം മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും മാനസിക തകർച്ചയിലൂടെ പോരാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കായി എല്ലാം സഹിക്കുന്നു എന്നത്. എന്നാൽ ഇപ്രകാരം ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയെക്കുറിച്ച് ബൈബിൾ വ്യക്തമാക്കുന്നു. അവളുടെ പേര് ലേയ എന്നാണ്. വിവാഹത്തിന്റെ അടുത്ത ദിവസം മുതൽ തന്നെ അവൾ ഉപേക്ഷിക്കപ്പെട്ടവളായി. ഭർത്താവിന്റെ അവഗണനയും അകൽച്ചയും അവൾ മനസ്സിലാക്കി എങ്കിലും ഒരിക്കൽ ഈ അവസ്ഥകൾക്ക് മാറ്റം വരികയും അദ്ദേഹം തന്നെ സ്നേഹിക്കുകയും ചെയ്യും എന്നവൾ പ്രതീക്ഷിച്ചു. പക്ഷെ അവളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അവളുടെ സ്ഥിതിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. എന്നിരുന്നാലും ദൈവമായ കർത്താവ് മനുഷ്യൻ അവഗണിച്ച ആ ബന്ധത്തെ അംഗീകരിച്ച് അവൾക്ക് പുത്രന്മാരെ നൽകിയപ്പോൾ അവൾ ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ ഈ ബന്ധത്തിൽ എന്റെ മക്കൾക്ക് വേണ്ടി തുടരുകയാണ് എന്ന്. എന്നാൽ അവൾ, എന്റെ സങ്കടം ദൈവം കണ്ടു, അവൻ എനിക്ക് പുത്രന്മാരെ തന്ന് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു ദൈവത്തെ സ്തുതിച്ചു. ആമേൻ. അങ്ങനെ അവളുടെ കണ്ണുനീരിൽ നിന്നുമുള്ള സ്തുതി സ്തോത്രങ്ങൾ പിന്നത്തേതിൽ ഈ ലോകത്ത് സ്വർഗീയ സന്തോഷത്തിന്റെയും ജനകോടികൾ ഏറ്റെടുത്ത ദൈവിക സ്തുതി സ്തോത്രങ്ങളുടെ ഉറവിടമായി തീർന്നു. ആമേൻ. ആയതിനാൽ പ്രിയമുള്ളവരെ, ഇക്കാര്യം ശരിക്കും മനസ്സിലാക്കിയ അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തേശുവിൽ ദൈവേഷ്ടം. ആമേൻ. ഹല്ലേലൂയ. ഇസഹാക്കിന്റെ ഭാര്യ റിബേക്കയുടെ സഹോദരനായ ലാബാന്റെ 2 പുത്രിമാരിൽ മൂത്ത മകളായിരുന്നു ലേയ. ഇസ്രായേൽ ഗോത്രങ്ങളുടെ അടിസ്ഥാനം സ്ഥാപിക്കുന്നതിനായി ദൈവം അനുഗ്രഹിച്ച സ്ത്രീയായിരുന്നു അവൾ. ഇസ്രായേലിലെ 6 ഗോത്രങ്ങളുടെ മാതാവായി അവൾ നിലകൊള്ളുന്നു. ലേയ എന്ന പേര് ബുദ്ധിയുള്ളവൾ അല്ലെങ്കിൽ മഹത്വകാംക്ഷ എന്നാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 28 മുതൽ 35 വരെയുള്ള അധ്യായങ്ങളിൽ ലേയയുടെ ദീനതയും വിജയവും നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസഹാക്കിന്റെ മകനായ യാക്കോബ് തന്റെ സഹോദരനെ ചതിച്ച് പിതാവിൽ നിന്ന് അനുഗ്രഹവും വാങ്ങി. ലാബാന്റെ ഭവനത്തിൽ എത്തിയ ദിവസം തന്നെ അവൻ ലേയയുടെ ഇളയ സഹോദരിയായ റാഹേലിനെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. അവൾക്ക് വേണ്ടി അവൻ 7 വർഷം ലാബാന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടുകൂടെ ജോലി ചെയ്തു. എന്നാൽ റാഹേലിനെ അവന് നൽകുവാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന ദിവസം ലാബാൻ ചതിയിലൂടെ തന്ത്രപരമായി തന്റെ മൂത്ത പുത്രിയായ ലേയയെ അവന് വിവാഹം കഴിച്ചു നൽകുകയായിരുന്നു. അവൾ അവളുടെ സഹോദരിയായ റാഹേലിനോളം സൗന്ദര്യവതിയായിരുന്നില്ല. തന്റെ മൂത്ത സഹോദരനായ യേശാവിനെയും അപ്പനെയും ചതിച്ച് തന്ത്രപരമായി അനുഗ്രഹം കരസ്ഥമാക്കി പ്രാണരക്ഷയ്ക്കായി ലാബാന്റെ ഭവനത്തിൽ എത്തിയ യാക്കോബിന്റെ മുൻപിൽ വിധിയുടെ നീതിയായി റാഹേലിന്റെ രൂപത്തിൽ ലേയ എത്തിക്കപ്പെട്ടു. പിടിക്കപ്പെട്ട് അപമാനിതയാകുമെന്ന ഭയത്തോടും വിറയലോടും കൂടി യാക്കോബിന്റെ അടുക്കലെത്തിയ ലേയ തന്റെ വിവാഹത്തിന്റെ അടുത്ത ദിവസം തന്നെ തന്റെ ഭർത്താവിന്റെ നിരാശയും ദുഃഖവും കണ്ടു. ആ ദിവസം മുതൽ ത്യജിക്കപ്പെട്ട ജീവിതമായിരുന്നു അവളുടേത്. എന്നാൽ പിന്നെയും നിശ്ചയിക്കപ്പെട്ട സമയത്ത് ലേയായുടെ സഹോദരിയായ റാഹേലിനെയും യാക്കോബ് വിവാഹം കഴിച്ചു. എന്നാൽ ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. എന്നാൽ റാഹേലിന് പുത്രന്മാരുണ്ടായിരുന്നില്ല. രൂബേൻ, ശിമ്യോൻ, ലേവി എന്നീ 3 പുത്രന്മാർ ജനിച്ചപ്പോൾ ഇനി തന്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കും എന്ന് ലേയ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ലോക സ്നേഹം തേടി പരാജയപ്പെട്ടു പോയ ലേയ തന്റെ 4ാമത്തെ പുത്രൻ ജനിച്ചപ്പോൾ, ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞ് അവൾ അവന് യഹൂദ എന്ന പേര് നൽകി. യഹൂദ എന്ന വാക്കിനർത്ഥം തന്നെ ദൈവത്തിലെ സ്തുതി എന്നതാണ്. ഭയം, അപമാനം, ഭാവിയെ കുറിച്ചുള്ള അനിശ്ചിതത്വം എന്നിവയിലൂടെ ആരംഭിച്ച ലേയയുടെ ജീവിതത്തിലെ ഭാഗ്യോദയമായിരുന്നു അവളുടെ 4ാമത്തെ പുത്രന്റെ ജനനം. ദൈവം പിന്നെയും അവൾക്ക് ഇസ്സാഖാർ, സെബൂലൂൻ എന്നീ 2 പുത്രന്മാരെയും ദീന എന്ന ഒരു മകളെയും നൽകി അനുഗ്രഹിച്ചു. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അനേകം മക്കൾ ഉണ്ടായിരിക്കുക എന്നത് സമൂഹത്തിന്റെ ദൃഷ്ടിയിൽ വളരെ പ്രാധാന്യമുള്ളതായ ഒരു കാര്യം തന്നെയായിരുന്നു. ദൈവം പുത്രിപുത്രന്മാരാൽ അവളെ അനുഗ്രഹിച്ചിരുന്നതിനാൽ പിന്നെയുള്ള സമയങ്ങളിലെ ഇസ്രായേൽ ചരിത്രത്തിൽ ലേയ എന്ന പേരിലൂടെ സ്ത്രീകൾ പരസ്പരം ആശീർവദിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആയതിനാൽ സദൃശ്യവാക്യങ്ങൾ 31-ന്റെ 30-ാം വചനത്തിൽ ശലോമോൻ ജ്ഞാനിയും പറയുന്നു, ലാവണ്യം വ്യാജ്യവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ആമേൻ.
അന്ന് അവൾ തന്റെ സങ്കടങ്ങളുടെ മധ്യത്തിൽ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി ദൈവമായ കർത്താവിന് നന്ദി പറഞ്ഞു. അവളുടെ ജീവകാലത്തിൽ തന്നെ അവളുടെ സങ്കടങ്ങളുടെയും ദീനതയുടെയും സ്തുതി സ്തോത്രങ്ങളുടെയും ഉത്തരം അവൾക്ക് ലഭിച്ചു. ആമേൻ. എങ്ങനെയെന്നാൽ പിന്നത്തേതിൽ റാഹേൽ കനാൻ ദേശത്തിലേക്കുള്ള യാത്രാ മധ്യത്തിൽ മരണപ്പെട്ടപ്പോൾ ലേയ തന്റെ പുത്രന്മാരുമായി യാക്കോബിനോടൊപ്പം വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് പ്രവേശിച്ചു, അവിടെ പാർത്തു. ആ ദേശം പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി ലഭിച്ചു. ആമേൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 49:31 മരിക്കുന്നതിനു മുമ്പ് യാക്കോബ് പറഞ്ഞു, എന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ ലേയായെ അടക്കം ചെയ്തെടുത്ത് എന്നെയും അടക്കം ചെയ്യുക. അദ്ദേഹം താൻ സ്നേഹിച്ച ഭാര്യയായ റാഹേലിന്റെ കല്ലറയിലല്ല, മറിച്ച് ലേയായുടെ അടുക്കലാണ് തന്റെ ശരീരം വയ്ക്കണമെന്ന് പറഞ്ഞത്. അതായത് ഭവനത്തിലെ വിഗ്രഹങ്ങളിൽ ആശ്രയം വച്ചിരുന്ന റാഹേലിനേക്കാൾ ദൈവത്തിൽ പ്രത്യാശ വെച്ച ലേയയ്ക്കാണ് യഥാർത്ഥ അനുഗ്രഹം ലഭിച്ചത്. ആരംഭത്തിൽ അനിഷ്ടയായിരുന്നവൾക്ക് തന്റെ ഭർത്താവിൽ നിന്ന് ലോകത്തിന്റെ മുൻപിൽ തനിക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു ഇത്. ഇപ്രകാരം ഗോത്രപിതാക്കന്മാരുടെ കല്ലറയിൽ ഗോത്രങ്ങളുടെ മാതാവെന്ന ബഹുമതി ലഭിച്ചു അവൾക്ക്. ആമേൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 49:3-4 എന്നീ വചനപ്രകാരം രൂബേൻ യാക്കൂബിന്റെ ജ്യേഷ്ഠപുത്രനായിരുന്നിട്ടും അവന്റെ പാപം നിമിത്തം അവന്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടപ്പോൾ ശീമോനും ലേവിയും തങ്ങളുടെ ഉഗ്രകോപവും കഠിനകോപവും നിമിത്തം ശപിക്കപ്പെട്ടപ്പോൾ ജ്യേഷ്ഠാവകാശത്തിന്റെ വാതിലുകൾ യഹൂദയ്ക്കായി പിതാവിന്റെ അനുഗ്രഹമായി തുറക്കപ്പെടുകയായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 49:8-10 വരെയുള്ള വചനങ്ങളിൽ യഹൂദയുടെ വംശത്തിന് അവകാശവും രാജ്യത്വവും ലഭിച്ചുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. പിന്നത്തേതിൽ യഹൂദയുടെ വംശം ഇസ്രായേലിൽ ഏറ്റവും പ്രസിദ്ധമായി തീർന്നു. യഹൂദയിലൂടെ വാഗ്ദത്തം ചെയ്യപ്പെട്ട ഇസ്രായേൽ എന്ന അവകാശത്തിന്റെ രാജ്യം സ്ഥാപിതമായി. ഉൽപ്പത്തിയുടെ പുസ്തകം 12:3 നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള അബ്രഹാമിന് ദൈവമായ കർത്താവ് നൽകിയ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിനായി രക്ഷകനിലേക്കുള്ള വംശത്തിന്റെ ആരംഭവും യഹൂദയിലൂടെ സംഭവിച്ചു. ആമേൻ. 6 പുത്രന്മാരുടെ മാതാവായിരുന്നതിനാൽ ലേയ ഇസ്രായേൽ രാഷ്ട്ര നിർമ്മാണത്തിന്റെ കേന്ദ്രബിന്ദുവായി തീർന്നു. ഇസ്രായേൽ ദേശത്തിന്റെ മഹാൻ രാജാവായ ദാവീദും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ഇസ്രായേൽ രാഷ്ട്രവും ആത്മീക സങ്കീർത്തനങ്ങളും യഹോവയാം ദൈവവുമായുള്ള ഉടമ്പടിയും എല്ലാം ശ്രദ്ധേയമാണ്. ദൈവിക രക്ഷാ പദ്ധതിയുടെ കേന്ദ്രമായി തീർന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവും യഹൂദയുടെ വംശത്തിൽ നിന്ന് തന്നെയായിരുന്നു. ലോകരക്ഷകനായ യേശു കർത്താവ് യാക്കോബിന്റെ പ്രിയപത്നി റാഹേലിൽ നിന്നും അല്ല, മറിച്ച് ലേയായിൽ നിന്നുമാണ് ഉദ്ഭവിച്ചത്. ലേയയ്ക്ക് യാക്കോബിന്റെ ഹൃദയം കീഴടക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പരമോന്നതനായ ദൈവത്തിന്റെ ഹൃദയം കീഴടക്കിയവൾ ദൈവം തന്റെ പദ്ധതിക്കായി ആരെയും ഉപയോഗിക്കാം എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ലേയ. ദൈവദൃഷ്ടിയിൽ വിലയേറിയതും ആത്മാവിലെ സൗമ്യതയും വിനയവും ഉള്ള അലങ്കാരം തന്നെയാണ് എന്നും, ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത് എന്നും 1 പത്രോസ് 3:4-5 എന്നീ വചനങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നു. ആമേൻ. ഭർത്താവിന്റെ സ്നേഹം ലഭിക്കാത്തവളായിരുന്നിട്ടും അവൾ മക്കൾക്കായി ദൈവമായ കർത്താവിന് നന്ദി പറയുകയും തന്റെ സങ്കടങ്ങളുടെയും ഏകാന്തതയുടെയും മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അതവളെ വിജയത്തിൽ എത്തിച്ചേർത്തു. ആമേൻ. ലോകം ത്യജിച്ചവരെ ദൈവം എങ്ങനെ ശ്രദ്ധിക്കുന്നു, ഉയർത്തിയിരിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ലേയ. ആമേൻ. ലോകം നമ്മെ എങ്ങനെ കാണുന്നുവെന്നതിലല്ല, ദൈവം നമ്മെ എങ്ങനെ കാണുന്നുവെന്നതിലാണ് നമ്മുടെ മൂല്യം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതികൾ ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായിരിക്കും. എന്നാൽ നമ്മുടെ ജീവൻ നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വിപരീതമാകുമ്പോഴും നാം നമ്മുടെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തേണ്ടതാണ് എന്ന് ലേയ നമ്മെ ഓർപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങളും ഇന്ന് ലേയായുടേതിന് സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:6 പ്രവാചകൻ പറയുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. സമാധാനത്തിന്റെ പ്രഭുവും നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു തന്നെ. യഹൂദയുടെ വംശത്തിൽ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ച നിമിഷങ്ങളിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞ് സ്വർഗീയ സൈന്യം ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആയതിനാൽ പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6 നമ്മെ ഓർപ്പിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക എത്രേ വേണ്ടത്. ലേയ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവപ്രസാദം നേടിയവളായി മാറി. അതുപോലെ നമ്മുടെ സ്തോത്രങ്ങളും നന്ദി നിറഞ്ഞ ഹൃദയവും
നമ്മുടെ ജീവിതങ്ങളിൽ ദൈവപ്രസാദത്തിന്റെ വാതിലുകൾ തുറന്നു നൽകും. ആമേൻ. മാറ്റി നിർത്തപ്പെടുകയും ത്യജിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മുറിവേൽക്കുന്ന ഹൃദയത്തെ ദൈവം എപ്രകാരം ആശ്വസിപ്പിക്കുന്നുവെന്നും ആ ആശ്വാസം ജനകോടികളിലേക്ക് എങ്ങനെ പകരപ്പെട്ടിരിക്കുന്നുവെന്നും ലേയയുടെ ദീനതയുടെ വിജയകഥയിൽ നിന്ന് നാം മനസ്സിലാക്കിയല്ലോ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം അവളുടെ വംശത്തിൽ ജനിച്ച യേശുക്രിസ്തു മുഖാന്തരം എങ്ങനെ വന്നു ചേർത്തിരിക്കുന്നു എന്നും നാം അറിയുന്നു. ഇപ്രകാരം പ്രിയമുള്ളവരെ, മറ്റൊരാളുടെ സൗന്ദര്യം, കഴിവ്, അംഗീകാരം കാണുമ്പോൾ നമ്മൾ പിന്നിലാണെന്ന് തോന്നാം. നമ്മുടെ പരിശ്രമങ്ങൾ ആരാലും അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് തോന്നാം. എന്നാൽ വാസ്തവത്തിൽ ദൈവമായ കർത്താവ് നമ്മെ കാണുന്നു, അവൻ നമ്മെ സ്നേഹിക്കുന്നു. ആയതിനാൽ ദൈവമായ കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നാം സ്തുതി പറയുമ്പോൾ ദുഃഖം സന്തോഷമാകും. ഇക്കാര്യത്തിനായി ബൈബിൾ നൽകുന്ന ഉത്തമമായ ഒരു സാക്ഷ്യമാണ് ലേയയുടെ ജീവിതകഥ. നമ്മുടെ ജീവൻ നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വിപരീതം ആകുമ്പോഴും നാം നമ്മുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തേണ്ടതാണ് എന്ന് ലേയ നമ്മെ ഓർപ്പിക്കുന്നു. അവൾ സ്വന്തം ജീവിതത്തോടൊപ്പം മുഴു ലോകത്തിലും സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. ആമേൻ. ആയതിനാൽ പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:20 പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. അപ്രകാരം 1 തെസ്സലോനിക്കർ 5:18 എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തയേശുവിൽ ദൈവേഷ്ടം എന്നും അപ്പോസ്തലൻ പറയുന്നു. ആയതിനാൽ പ്രിയമുള്ളവരെ, കഷ്ടങ്ങളുടെയും വേദനകളുടെയും നിരാശകളുടെയും സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും ആകുലതകളുടെയും ഉപേക്ഷിക്കപ്പെടലുകളുടെയും ഇന്നലകളെ അവഗണിച്ചുകൊണ്ട് ഇന്ന് യേശു കർത്താവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി ദൈവമായ കർത്താവിനെ സ്തുതിക്കുവാനായും പ്രതികൂലങ്ങളിലും സങ്കടങ്ങളിലും ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമുക്ക് കൃപ ലഭിക്കുവാനായും ലേയയുടെ സാക്ഷ്യത്തിലൂടെ അവളുടേതിന് തുല്യമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഉത്സാഹിപ്പിക്കുവാനായി യേശു കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ. ആമേൻ.